ഫെബ്രുവരി 9 മുതൽ 16 വരെ 130ാമത് മാരാമൺ കൺവെൻഷൻ നടക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഗമമാണ് മാരാമൺ കൺവെൻഷൻ. മാത്രവുമല്ല, മലങ്കരയുടെ ആത്മീയ നവോത്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് മാരാമൺ കൺവെൻഷൻ. ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള ക്രൈസ്തവ നവീകരണ മുന്നേറ്റ സഭകളുടെ എല്ലാം അടിത്തറയായി മാറിയതും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന പതിനായിരക്കണക്കിന് സുവിശേഷകർക്ക് ഊർജം പകർന്നതും മാരാമൺ കൺവെൻഷനാണ്. ഈ മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചത് 1896-ലാണ്. അതായത് കേരളത്തിൽ ഒരു പെന്തക്കോസ്ത് സഭ പോലും ആരംഭിക്കുന്നതിന് മുൻപാണ് മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചത്. ഇന്നേക്ക് 130 വർഷം മുമ്പ്. എന്നാൽ കൗതുകകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. മാരാമൺ കൺവെൻഷന്റെ ആദ്യ സമ്മേളനത്തിന് കൊടുത്തിരുന്ന പേര് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് യാഥാർത്ഥ്യമാണിത്. കേരളത്തിൽ ഒരു പെന്തക്കോസ്ത് സഭ പോലും ഉണ്ടാകുന്നതിന് മുന്നമേ, ലോകത്തിൽ നവ പെന്തക്കോസ്ത് സഭകൾ ഉടലെടുക്കുന്നതിന് മുന്നമേ, കേരളക്കരയിൽ ഒരു കൺവെൻഷന് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്ന് പേര് നൽകിയിരുന്നു എന്നുള്ളത് കൗതുകകരമായ ഒരു കാര്യമാണ്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ധാരാളം പെന്തക്കോസ്ത് സഭകളുണ്ട്. ഒരുപക്ഷെ മർത്തോമാ സഭയുടെ അംഗസംഖ്യയുടെ 4-5 മടങ്ങ് പെന്തക്കോസ്ത് വിശ്വാസികൾ കേരളത്തിലുണ്ട്. എന്നാൽ ഈ പെന്തക്കോസ്ത് എല്ലാം ഉടലെടുക്കുന്നതിന് മുൻപേ പെന്തക്കോസ്ത് ആശയങ്ങൾക്ക് തുടക്കം കുറിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമാണ് മാരാമൺ കൺവെൻഷൻ. പെന്തക്കോസ്ത് എന്ന പേരിട്ട് നടത്തിയ ആദ്യത്തെ കൺവെൻഷൻ ഒരുപക്ഷെ മാരാമൺ കൺവെൻഷൻ ആയിരിക്കാം. ഞാനിത് പറയുമ്പോൾ അതിന് രേഖയുണ്ടോ, അതിന് തെളിവെന്ത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായേക്കാം. തെളിവ് നൽകാം. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിന്റെ തെളിവ് ഞാൻ നൽകാം. എന്നാൽ അതിനു മുൻപ് മാരാമൺ കൺവെൻഷനെ കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൺവെൻഷൻ കേരളത്തിൽ ഉണ്ടായതിന്റെ പുറകിലുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ആ കാലഘട്ടത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം മലങ്കര ക്രൈസ്തവരുടെ ചരിത്രത്തിലേക്ക് കൂടെ നമ്മളൊന്ന് എത്തി നോക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു എളിയ പരിശ്രമമാണ് എൻ്റെ ഈ ആദ്യ വീഡിയോയിൽ. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലുടനീളം പല വീഡിയോകൾ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിൽ ആദ്യത്തെ ഈ വീഡിയോയിൽ ആദ്യ മാരാമൺ കൺവെൻഷന്റെ ആരംഭത്തെക്കുറിച്ചും അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും വിവരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, AD 52-ലാണ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നതെന്നാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നത്. അങ്ങനെ തോമാസ് ശ്ലീഹ വന്ന് സ്ഥാപിച്ച സഭയാണ് മലങ്കരയിലെ സഭ എന്നും പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു വരുന്നു. അങ്ങനെ തോമാസ് ശ്ലീഹായിലൂടെ ആരംഭിച്ച ഈ മലങ്കരയിലെ സഭയ്ക്ക് പല കാലഘട്ടങ്ങളിലൂടെ പല മാറ്റങ്ങൾക്ക് സഭ വിധേയമായിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ വൈദേശികമായ അധിനിവേശങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അത് ഇവിടുത്തെ സഭയെയും ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കത്തോലിക്ക സഭ ഇവിടേക്ക് കടന്നു വരികയും കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി മാറ്റുവാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ അവരതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ കുറെ കാലം കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മലങ്കര ക്രൈസ്തവ സഭ നിലകൊണ്ടത്. എന്നാൽ പിന്നീട് കൂനംകുരിശ് സത്യത്തിലൂടെ മലങ്കര സഭയുടെ ഒരു ഭാഗം, അല്ലെ കത്തോലിക്ക സഭയുടെ ഭാഗമായി മാറിയ മലങ്കര സഭയുടെ ഒരു ഭാഗം അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ കീഴിലുള്ള ഓർത്തഡോക്സ് സഭയായി, അല്ലെ യാക്കോബായ സഭയായി ഇവിടെ നിലകൊള്ളുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലങ്കര സഭ ഒരു അന്ധകാര യുഗത്തിലൂടെയാണ് 18-ാം നൂറ്റാണ്ട് വരെ പോയിരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിരവധി ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഈ സഭയെ ബാധിച്ചിരുന്നു. വേദപുസ്തക പ്രകാരമല്ലാത്ത ധാരാളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സഭയ്ക്കകത്തുണ്ടായിരുന്നു.
മരിച്ചവരോടുള്ള പ്രാർത്ഥനയും അതുപോലെയുള്ള മറ്റ് പലവിധമായ അനാചാരങ്ങളും സഭയ്ക്കകത്തുണ്ടായിരുന്നു. പുരോഹിതന്റെ അടുത്ത് പോയി കുമ്പസരിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക തുടങ്ങിയ ചടങ്ങുകൾ സഭയ്ക്കകത്തുണ്ടായിരുന്നു. മാത്രവുമല്ല, ഹൈന്ദവ മതത്തിന്റെ ഒരു അവാന്തര ഭാഗം പോലെ ഹൈന്ദവ മതത്തിലുള്ള ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മറ്റൊരു രൂപത്തിൽ ക്രൈസ്തവ സഭയിലും ഈ മലങ്കരയിലെ സഭയിലും വ്യാപകമായി നിന്നിരുന്ന ഒരു കാലഘട്ടമാണിത്. അതിന് പ്രധാനമായ ഒരു കാരണമായി മാറിയത് സുറിയാനി ഭാഷയിലാണ് ആരാധനകളെല്ലാം നടന്നിരുന്നത്. പള്ളികളിൽ മാത്രമുള്ള സുറിയാനി ബൈബിൾ ഉപയോഗിച്ചാണ് ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ ബൈബിൾ ഭാഗങ്ങൾ വായിക്കുക. കുർബാനയെല്ലാം സുറിയാനി ഭാഷയിൽ നടത്തുക, സാധാരണ ജനങ്ങൾ ഇതെല്ലാം കണ്ടു നിൽക്കുക, ഇതൊക്കെയായിരുന്നു സഭയിൽ സംഭവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ആത്മീയ വെളിച്ചവുമില്ലാതെ ഒരു അടച്ചുകെട്ടിയ കുളത്തിലെ ജലം പോലെ മലിനമാക്കപ്പെട്ട ഒരു സമൂഹമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെ മിഷണറി സമൂഹങ്ങൾ കേരളത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുകയും ഇവിടേക്ക് കടന്നു വരികയും ചെയ്തത്. ഇംഗ്ലീഷ് മിഷണറിമാരുടെ വരവോടുകൂടെ സുവിശേഷത്തിന്റെ സത്യവെളിച്ചത്തിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പതിയെ പതിയെ മാറുവാൻ തുടങ്ങി. വേദപുസ്തകത്തിന്റെ മലയാള പരിഭാഷകൾ ഉണ്ടായി. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ മലയാള ഭാഷയിൽ വേദപുസ്തകം ലഭ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ നവീകരണത്തിന്റെ അടിത്തറയായി മാറിയത്. ജനങ്ങൾക്ക് കയ്യിൽ ബൈബിൾ അവരുടെ ഭാഷയിൽ ലഭിക്കുന്നു, അത് അച്ചടിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നു, ജനങ്ങൾ അത് വായിക്കുന്നു, ക്രിസ്തുവിന്റെ സന്ദേശത്തിലേക്കും സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്കും ജനങ്ങൾ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തോടുകൂടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മിഷണറിമാരുടെ വരവിനെ ആദ്യം മലങ്കര സഭ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സാധ്യതകളും അവർ ഉപയോഗപ്പെടുത്തി. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ കാണെ ആംഗ്ലിക്കൻ മിഷണറിമാർ മലങ്കര സഭയെ വലിയ തോതിൽ നവീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് അന്നത്തെ സഭയുടെ ഭരണകൂടത്തിന് മനസ്സിലായി. തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരവും ജനങ്ങളും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭീതി അവരെ ബാധിച്ചു കാണും. അന്നത്തെ സഭയുടെ മെത്രോപോലിത്തയായിരുന്ന ചേപ്പാട് മാർ ദിവാനാസിയോസ് തിരുമേനി മാവേലിക്കര ചെപ്പേടിലൂടെ ആംഗ്ലിക്കൻ സഭയുമായും ആംഗ്ലിക്കൻ മിഷണറിമാരുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മലങ്കര സഭയെ ഒരു സ്വതന്ത്ര പ്രസ്ഥാനമായി തന്നെ നിലനിർത്തുവാനുള്ള പരിശ്രമം ആരംഭിച്ചു. എന്നാൽ അപ്പോഴേക്ക് മലങ്കര സഭയ്ക്കകത്ത് നവീകരണത്തിന്റെ വെള്ളി വെളിച്ചം നന്നായി എത്തിക്കഴിഞ്ഞിരുന്നു. അതിന് പ്രധാന പങ്കാളിത്തം വഹിച്ചത് രണ്ട് വ്യക്തികളാണ്. കോട്ടയം സെമിനാരിയിലെ സുറിയാനി അധ്യാപകരായിരുന്ന പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാനും കൈതയിൽ ഗീവർഗീസ് മൽപ്പാനുമാണ് അതിന് നേതൃത്വം നൽകിയത്. അവരിരുവരും നവീകരണ ആശയങ്ങളിൽ, പ്രത്യേകിച്ച് മിഷണറിമാർ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ആകൃഷ്ടരായിരുന്നു. അതിനനുസരിച്ച് സഭയെ രൂപാന്തരപ്പെടുത്തണമെന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ടായിരുന്നു. സഭയ്ക്ക് പുറത്തേക്ക് പോകുവാനല്ല അവർ ശ്രമിച്ചത്, സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് സഭയെ രൂപാന്തരപ്പെടുത്തുവാനാണ് അവർ ശ്രമം നടത്തിയത്. ബ്രിട്ടീഷുകാരുമായുള്ള അല്ലെങ്കിൽ മിഷണറിമാരുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് സഭ അവരുടെ പാരമ്പര്യങ്ങളിലേക്ക് ഉൾവലിയുവാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ സഭയെ നവീകരിക്കുവാൻ, സഭയുടെ ആത്മീയ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തുവാൻ ശക്തമായ ഇടപെടലുകൾ ഇവരിരുവരും നടത്തി. അന്നുവരെ സുറിയാനി ഭാഷയിൽ തക്സ വായിച്ച് കുർബാന അർപ്പിച്ചിരുന്ന പള്ളികളിൽ അവർ മലയാള ഭാഷയിൽ തക്സ വായിച്ച് കുർബാന അർപ്പിക്കുന്നത് പോലെയുള്ള വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. മാത്രവുമല്ല, സഭയിൽ അന്നുവരെ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും നഖശികാന്തം എതിർത്തുകൊണ്ട് സഭയെ നവീകരണ പാതയിലേക്കും വേദപുസ്തക ആശയങ്ങളിലേക്കും നയിക്കുവാൻ ഈ രണ്ട് നവീകരണ വീരന്മാരും തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ഈ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാൻ ഒരു സുറിയാനി അധ്യാപകനായി സെമിനാരിയിൽ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മാരാമൺ പള്ളിയിലെ ഇടവക വികാരി കൂടിയായിരുന്നു. ആ പള്ളിയിൽ മുത്തപ്പന്റെ ഒരു മരപ്രതിമ ഉണ്ടായിരുന്നു. ഈ മുത്തപ്പനെ ഒരു വിശുദ്ധനായി കണക്കാക്കുകയും അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷമായി നടത്തുകയും അതോടനുബന്ധിച്ച് വലിയ ഉത്സവം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു മാരാമൺ പള്ളി.
എന്നാൽ എബ്രഹാം മൽപ്പാൻ ഈ മുത്തപ്പന്റെ മരപ്രതിമയെടുത്ത് കിണറ്റിലെറിഞ്ഞുകൊണ്ട് വിപ്ലവകരമായൊരു നവീകരണ ചിന്ത ജനങ്ങളുടെ ഇടയിലേക്ക് നൽകി. ക്രൈസ്തവ സഭയുടെ നവീകരണ ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്വലമായ ഒരു ചരിത്രമാണ് എബ്രഹാം മൽപ്പാന്റേത്. 40 വയസ്സുവരെ മാത്രമേ എബ്രഹാം മൽപ്പാന് ജീവിച്ചിരിക്കുവാൻ ഭാഗ്യമുണ്ടായുള്ളൂ. എന്നാൽ അതിനകം ക്രൈസ്തവ സഭയെ നവീകരിക്കുവാനുള്ള ശക്തമായ ചുവടുകൾ അദ്ദേഹം വെച്ചു കഴിഞ്ഞിരുന്നു. ഈ സഭയ്ക്ക് അകത്തു നിന്നുകൊണ്ട് അതിനെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ സഭയുടെ അധികാരത്തിലേക്ക്, അതായത് മെത്രോപോലിത്ത സ്ഥാനത്തേക്ക് നവീകരണ ആശയങ്ങളിൽ ആകൃഷ്ടനായ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന, അതിന് പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, തന്റെ ഭാഗ്യനേയനായ ചെറുപ്പക്കാരൻ മാത്യൂസ് ഷമ്മാച്ചനെ അന്ത്യോക്യയിലേക്ക് അയക്കുകയും മാത്യൂസ് മാർ അത്തനാസിയോസ് എന്ന പേരിൽ മലങ്കര സഭയുടെ മെത്രോപോലിത്തയായി വാഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മലങ്കര സഭയുടെ മെത്രോപോലിത്തയായി 1843 മാത്യൂസ് മാർ അത്തനാസിയോസ് കേരളത്തിലെത്തി. ആ കാലഘട്ടത്തിൽ ഇവിടെ മലങ്കര സഭയുടെ മെത്രോപോലിത്തയായിരിക്കുന്നത് ചേപ്പാട് മാർ ദിവാന്യാസിയോസ് തിരുമേനിയാണ്. സ്വാഭാവികമായും ഇരുവരും തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ ആരംഭിച്ചു. ഈ തർക്കങ്ങൾ ഏകദേശം 10 വർഷം നീണ്ടുനിന്നു. ഈ കാലഘട്ടത്തിനിടയിലാണ് 1845 തന്റെ 40ാമത്തെ വയസ്സിൽ എബ്രഹാം മൽപ്പാൻ തന്റെ ഇഹലോക ജീവിതം അവസാനിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ 1855 നവീകരണ നേതാക്കളിൽ പ്രമുഖനായിരുന്ന കൈതയിൽ വർഗീസ് മൽപ്പാനും കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞു. ഈ 2 മഹാന്മാരായ നവീകരണ വീരന്മാരുടെ മരണത്തോടുകൂടെ മലങ്കരയിലെ നവീകരണത്തിന്റെ ചരിത്രം അവസാനിക്കേണ്ടതാണ്. എന്നാൽ അവർ കൊളുത്തിയ അഗ്നി അണയാതെ സൂക്ഷിക്കുവാൻ മറ്റു ചിലരെ ദൈവം കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനി മാത്യൂസ് മാർ അത്തനാസിയോസ് തിരുമേനി തന്നെയായിരുന്നു. 1852 ബ്രിട്ടീഷുകാരുടെയും രാജകുടുംബത്തിന്റെയും പിന്തുണയോടുകൂടെ മലങ്കര സഭയുടെ മെത്രോപോലിത്തയായി മാത്യൂസ് മാർ അത്തനാസിയോസ് മാറ്റപ്പെട്ടു. മലങ്കര സഭയിൽ നവീകരണത്തിന്റെ കാഹളം മുഴക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ സ്വാധീനം സഭകളിലുടനീളം ആത്മീയ മുന്നേറ്റമുണ്ടായ വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. എന്നാൽ ഏറ്റവും ദുഃഖകരമായ സംഭവം 1876 രാജവിളംബരം പിൻവലിക്കപ്പെട്ടു. അങ്ങനെ മാത്യൂസ് മാർ അത്തനാസിയോസിന് മെത്രോപോലിത്ത പദവി നഷ്ടപ്പെട്ടു. അദ്ദേഹം കോട്ടയത്തു നിന്ന് മാരാമണ്ണിലേക്ക് തന്റെ താമസം മാറ്റേണ്ടിയും വന്നു. തുടർന്ന് അങ്ങോട്ട് ചില വർഷങ്ങളോളം സഭ കോടതി വ്യവഹാരങ്ങളിൽ പെട്ടുപോയി. ഇങ്ങനെ കോടതി വ്യവഹാരങ്ങളുടെ ഒരു സുദീർഘമായ കാലഘട്ടം മധ്യ തിരുവിതാംകൂറിൽ സഭ വലിയ തർക്കത്തിലും വാദത്തിലും കോടതി വ്യവഹാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ വലിയൊരു ആത്മീയ മുന്നേറ്റത്തിന്റെ ഒരുക്കങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ ദൃശ്യമായി തുടങ്ങിയിരുന്നു. ധാരാളം ചെറിയ ചെറിയ ആത്മീയ കൂട്ടായ്മകൾ, പ്രാർത്ഥനാ കൂട്ടങ്ങൾ, അവർക്കിടയിൽ ആത്മീയമായ നവ അനുഭവങ്ങൾ, വേദപുസ്തക വായന, ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ വലിയൊരു ആത്മീയ താല്പര്യത്തിന്റെ ഒരു അന്തരീക്ഷം സംജാതമായി. അതിന് പ്രധാനമായും കാരണമായ ഒരു വ്യക്തി വിദ്വാൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസ്തുസ് ജോസഫ് എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രത്യാശാ ഗാനങ്ങൾ ഈ മലങ്കരയിൽ ഉടനീളം ആലപിക്കപ്പെട്ടു. വിശ്വാസത്തിന്റെ ഒരു പുതിയ പാന്താവിലേക്ക് ജനത്തെ നയിക്കുന്ന തീവ്രമായ അനുഭവങ്ങൾ ആ ഗാനങ്ങൾ ജനങ്ങൾക്ക് നൽകി. അതുകൂടാതെ ദൈവവചനം നന്നായി പഠിപ്പിക്കുന്ന ധാരാളം മിഷണറിമാർ ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. മലങ്കര സഭ മിഷണറിമാരെ തള്ളിക്കളഞ്ഞെങ്കിലും അവർ കേരളം വിട്ടുപോകാതെ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അവർ സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്ന് അധസ്ഥിത ജനവിഭാഗത്തിലേക്കും ക്രൈസ്തവരല്ലാത്ത ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നു. ധാരാളം ആളുകൾ ക്രിസ്തുവിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ വലിയൊരു ആത്മീയ ഉണർവിനുള്ള പശ്ചാത്തലം കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടേയിരുന്നു, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് നിരവധി സുവിശേഷ പ്രവർത്തകർ കേരളത്തിലേക്ക് എത്തിയത്. തമിഴ് ഡേവിഡ്, വേർഡ്സ് വർത്ത് തുടങ്ങിയ സുവിശേഷ പ്രസംഗകർ, അവരുടെ പ്രസംഗങ്ങളിലൂടെ ജനങ്ങൾ പുതിയൊരു ആത്മീയ അനുഭവങ്ങളിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് ഒക്കെ നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറി. റോയൽ കോടതിയിൽ നടന്ന വ്യവഹാരങ്ങളിൽ പരാജയപ്പെട്ട നവീകരണ വിഭാഗത്തിന് ആകെ കൈമുതലായി കിട്ടിയത് 3 പള്ളികൾ മാത്രമായിരുന്നു.
മാരാമണ്ണ്, കോഴഞ്ചേരി, കൊട്ടാരക്കര. ഇങ്ങനെ ഒരു ചെറിയ സമൂഹമായി മാർത്തോമാ സുറിയാനി സഭ തുടക്കം കുറിച്ചു. എന്നാൽ ആത്മീയമായി മുന്നേറിയ ഒരു വലിയ നിര തന്നെ ഈ സമൂഹത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയും കേസും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 1888 മാർത്തോമാ സുവിശേഷ സംഘം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അത് ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരിയിലുള്ള കടവിൽ മാളികയിൽ അൽമായ പ്രമുഖരായ 11 പിതാക്കന്മാർ ചേർന്ന് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമായിരുന്നു അത്. സുവിശേഷീകരണത്തിനുള്ള വലിയ ഒരു താല്പര്യമായിരുന്നു അവരുടെ ആ പ്രവർത്തനത്തിന്റെ മുഖ്യ ഹേതു. അങ്ങനെ രൂപീകരിക്കപ്പെട്ട മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം അതിശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. വലിയ അംഗീകാരമാണ് ഈ പ്രസ്ഥാനത്തിനുണ്ടായത്. മാരാമൺ കൺവെൻഷന് തുടക്കമാകുന്ന ഒരു പശ്ചാത്തലം ഇതാണ്. അങ്ങനെ 1896 ഇന്നേക്ക് 130 വർഷം മുമ്പ് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുവാൻ ദൈവം ഒരുക്കിയ പ്രസ്ഥാനമായിരുന്നു മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം. കഴിഞ്ഞ 130 വർഷമായി അവരുടെ നേതൃത്വത്തിൽ മാരാമൺ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ആദ്യത്തെ കൺവെൻഷനിലേക്ക്. മാർച്ച് മാസം 9 മുതൽ 18 വരെ 10 ദിവസങ്ങളിലാണ് ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്നത്. ഈ കൺവെൻഷനിൽ പ്രസംഗിച്ചത് പ്രധാനമായും 2 പേരായിരുന്നു. ഒന്ന് കറുത്ത സാഹിബും ഒന്ന് വെളുത്ത സാഹിബും. അതായത് തമിഴ്നാട്ടുകാരനായ തമിഴ് ഡേവിഡ് എന്നറിയപ്പെടുന്ന സുവിശേഷ പ്രസംഗകനും ശ്രീലങ്കക്കാരനായ ജാഫ്ന സ്വദേശി വേർഡ്സ് വർത്തുമായിരുന്നു പ്രസംഗകർ. അന്നത്തെ കൺവെൻഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കൺവെൻഷനിൽ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. 1 പ്രസംഗം, 2 ശക്തമായ പ്രാർത്ഥന, 3 പ്രബോധനം, 4 രോഗികളുടെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ജനങ്ങളെ ആത്മീയമായി പുതിയൊരു അനുഭൂതിയിലേക്കും പുതിയ അനുഭവങ്ങളിലേക്കും നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് മുഴങ്ങിക്കെട്ട സന്ദേശങ്ങൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ, അത് വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണെന്ന് അതിശക്തമായി കൺവെൻഷനിൽ പ്രസംഗിക്കപ്പെട്ടു. 2ാമത് പ്രേക്ഷിത ദൗത്യം. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും സുവിശേഷം അറിയിക്കുവാൻ സന്നദ്ധനാകണമെന്നും എന്ത് വില കൊടുത്തും സുവിശേഷം പ്രചരിപ്പിക്കണമെന്നും വളരെ ശക്തമായി പ്രസംഗിക്കപ്പെട്ടു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി തങ്ങളെ സമർപ്പിക്കുവാൻ ജനത്തെ ഉത്സാഹിപ്പിച്ചു. 3ാമത് യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷത്തിലൂടെയുള്ള സ്വഭാവ രൂപീകരണത്തിന് വലിയ പ്രാധാന്യം സഭ നൽകി. 1ാമത്തെ കൺവെൻഷന് വേണ്ടി പന്തൽ തയ്യാറാക്കിയത് ഇന്നത്തെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാറി, അതായത് മാരാമൺ പള്ളിക്കും ആറന്മുള അമ്പലത്തിനും ഇടയിലുള്ള സ്ഥലത്ത് പരപ്പുഴ മണൽപ്പുറത്തായിരുന്നു. ഏകദേശം 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓലപ്പന്തലാണ് അന്നിട്ടത്. മുളക്കഷ്ണങ്ങൾ കൊണ്ടും മെടഞ്ഞുണ്ടാക്കിയ ഓല കൊണ്ടും ഉണ്ടാക്കിയ പന്തലായിരുന്നു ആദ്യത്തെ കൺവെൻഷന് വേണ്ടി തയ്യാറാക്കിയത്. പിന്നീട് കാലങ്ങൾ വളരെ മുന്നോട്ട് പോയി, ആധുനിക സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചു. പക്ഷേ ഇന്നും മാരാമണ്ണിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കുന്നത്, ഇന്ന് ഏകദേശം അവർ അവകാശപ്പെടുന്നത് അനുസരിച്ച് 100,000 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു ഓലപ്പന്തലാണ് മാരാമൺ മണപ്പുറത്ത് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ഈ മാരാമണ്ണിന് ചുറ്റുവട്ടത്തുള്ള മാർത്തോമാ ഇടവകകളുടെ സംഭാവനയായിട്ട് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് അവർ തന്നെ അത് നിർമ്മിക്കുന്നു, വിശാലമായ ഒരു പന്തൽ ഉണ്ടാക്കുന്നു. ഈ പന്തലിനോട് ചേർന്ന് കുട്ടികളെ ഇരുത്തുന്നതിന് വേണ്ടിയും അവർക്ക് സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയും കുട്ടിപ്പന്തലും തയ്യാറാക്കുന്നുണ്ട്. ഇതൊക്കെ ദീർഘവർഷങ്ങളായിട്ട് അതേപോലെ തന്നെ ആ തനിമയോടെ നിലനിർത്തുന്നു എന്നുള്ളത് മറ്റെല്ലാ ക്രിസ്തീയ കൺവെൻഷനുകളെക്കാളും മാർത്തോമാ സഭ നടത്തുന്ന ഈ മാരാമൺ കൺവെൻഷനെ വ്യത്യസ്തമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കൗതുകകരമായ കാര്യം, അക്കാലങ്ങളില് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടമായിരുന്നു. കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള പള്ളികളിൽ നിന്ന് കെട്ടുവള്ളങ്ങളിൽ പമ്പയിലൂടെ ആളുകൾ മാരാമൺ കൺവെൻഷന് വേണ്ടി വരുമായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ആഹാര സാധനങ്ങളൊക്കെയായി വന്ന് ആ കെട്ടുവള്ളങ്ങളിൽ താമസിച്ച്
ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുന്നത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. ഏകദേശം 100-ലധികം വള്ളങ്ങൾ ഇങ്ങനെ പമ്പയുടെ തീരത്ത് ഒന്നിച്ച് കാണപ്പെടുമായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മാരാമൺ കൺവെൻഷനിൽ വലിയ ജനക്കൂട്ടം വരുന്നത് കൊണ്ട് തന്നെ ധാരാളം ഭിക്ഷാടനത്തിന് വേണ്ടിയുള്ള ആളുകൾ അവിടെ വരുമായിരുന്നു. മാരക രോഗങ്ങൾ ബാധിച്ച് അംഗവൈകല്യങ്ങൾ വന്ന വല്ലാത്ത വികൃത കാഴ്ചകളുമായി ഈ മാരാമൺ കൺവെൻഷനിലേക്ക് ജനങ്ങൾ ഇറങ്ങിപ്പോകുന്ന വഴിയോരത്തെല്ലാം 100 കണക്കിന് ഭിക്ഷക്കാർ ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ നേതൃത്വത്തിൽ ഇവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതുമാണ്. എന്നാൽ പിൽക്കാലത്ത് സഭ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഭിക്ഷക്കാർക്ക് വേണ്ടി അഗതി മന്ദിരങ്ങൾ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അഗതി മന്ദിരങ്ങൾ ഉണ്ടാക്കി അവരെ സ്ഥിരമായി പാർപ്പിക്കുവാനും അവരെ സംരക്ഷിക്കുവാനുമുള്ള സംവിധാനങ്ങളും സഭ ഒരുക്കി എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. ആദ്യത്തെ വർഷം മുതൽ എല്ലാ വർഷവും മാരാമൺ കൺവെൻഷൻ അവസാനിപ്പിക്കുന്നത് ഒരു പാട്ടോടുകൂടിയാണ്. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായ പാട്ടാണ്. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഗാനം ഇന്നും മലയാളി ക്രൈസ്തവർ പാടി ആരാധിക്കുന്ന അതിമനോഹരമായ ഒരു ഗാനം. ഈ ഗാനത്തിന്റെ രചയിതാവിനെ നിങ്ങൾക്കറിയാം, യൂസ്തൂസ് ജോസഫ് എന്ന വിദ്വാൻ കുട്ടിയച്ചൻ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വന്ന് ഇത് അവസാനിപ്പിക്കട്ടെ. കേരളത്തിൽ നടന്ന ആദ്യത്തെ പെന്തക്കോസ്ത് കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. 1896 ആദ്യത്തെ കൺവെൻഷൻ ഇട്ട പേര് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു. ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. മാരാമൺ കൺവെൻഷന് 100 വർഷം തികഞ്ഞപ്പോൾ ശതാബ്ദി കൺവെൻഷന്റെ ഭാഗമായി 1995 സഭ പ്രസിദ്ധീകരിച്ച ഒരു സ്മരണികയുണ്ട്. ആ സ്മരണികയിൽ നിന്നാണ് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നാണ് ആദ്യത്തെ കൺവെൻഷന് പേരിട്ടതെന്ന് എനിക്ക് മനസ്സിലായത്. ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇതാണ് ആ സ്മരണിക. ഈ സ്മരണികയിൽ റവറൻഡ് KT ജേക്കബിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. KT ജേക്കബിനെ ഞാൻ പരിചയപ്പെടുത്താം. സഭയുടെ വൈദിക ട്രസ്റ്റിയായി നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച ഇദ്ദേഹം സുവിശേഷ സംഘത്തിന്റെ ഒരു മിഷണറി ആയിരുന്നു. മാത്രവുമല്ല, ഗോസ്പൽ ടീം ഡയറക്ടറായും ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ മാരാമൺ കൺവെൻഷൻ ഉത്ഭവവും വളർച്ചയും എന്ന പേരിലാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യോഗം നടത്തുന്നതിന് 1070 കുംഭം ഒടുവിലത്തെ ആഴ്ചയും മീനം ആദ്യത്തെ ആഴ്ചയുമായി ഞായറാഴ്ച അവസാനിക്കത്തക്കവണ്ണം 10 ദിവസം വേർതിരിച്ചു. പെന്തക്കോസ്ത് കൺവെൻഷൻ എന്ന പേരും കൽപ്പിച്ചു. പെന്തിക്കോസ്തിന്റെ അനുഭവത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ഈ കൺവെൻഷന്റെ പേര് പെന്തക്കോസ്ത് കൺവെൻഷൻ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യക്തമാണ്. മാർത്തോമാ സഭയുടെ ഈ കൺവെൻഷൻ വ്യത്യസ്തമായ ഒരു കൺവെൻഷനാണ്. സഭാവിഭാഗ വ്യത്യാസമില്ലാതെ എല്ലാ ക്രൈസ്തവർക്കും പങ്കെടുക്കത്തക്ക നിലയിൽ വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു കൺവെൻഷൻ. മലങ്കരയിലെ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലൊന്നാണ് മാരാമൺ കൺവെൻഷൻ. ഈ കൺവെൻഷനിലൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച ആയിരക്കണക്കിന് വ്യക്തികൾ ഇന്ത്യയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. ഇന്ത്യയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു പങ്കുവഹിച്ച മഹാപ്രസ്ഥാനമാണ് മാരാമൺ കൺവെൻഷൻ. ആദ്യകാലങ്ങളിൽ മാരാമൺ കൺവെൻഷനിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ ജീവിതത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുന്നവർക്ക് അത് ഏറ്റുപറയുവാൻ, സാക്ഷ്യം പറയുവാനുള്ള അവസരങ്ങളും ഈ കൺവെൻഷനിൽ നൽകപ്പെട്ടിരുന്നു. ഇന്ന് ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹമാണ്. ഇന്ത്യയിലുടനീളം കേരളത്തിൽ നിന്നുള്ള മലയാളി പെന്തക്കോസ്ത് മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ പെന്തക്കോസ്ത് സഭകളുടെ വളർച്ചയ്ക്ക് പോലും പ്രധാന കാരണമായി മാറിയത് കേരളത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് കൺവെൻഷൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ മാരാമൺ കൺവെൻഷനാണ് എന്ന് തുറന്നു പറയുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് യാഥാർത്ഥ്യമാണ്. ഈ ഒരാഴ്ച ആത്മീയ അനുഗ്രഹങ്ങളുടെ, ദൈവവചനത്തിന്റെ അനർഗള പ്രവാഹത്തിന്റെ
ദിവസങ്ങളായി മാറട്ടെ. വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ മലയാളികളായ എല്ലാ ക്രൈസ്തവരും ഒരു ദിവസമെങ്കിലും ആ ഓലപ്പന്തലിൽ പോയൊന്നിരിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ മാരാമൺ കൺവെൻഷന്റെ ആരംഭ ചരിത്രത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഈ മാരാമൺ കൺവെൻഷന് ആരംഭത്തിന് മുഖാന്തരമായ മാർത്തോമാ സുവിശേഷ സംഘത്തിന്റെ തുടക്കമിട്ട കടവിൽ മാളികയെ കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം.